അപ്പോൾ സാങ്കേതിക വിദ്യയും സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധം എത്രയോ കാലം മുമ്പ് തന്നെ മാർക്സിസ്റ്റ് ആചാര്യന്മാർ, പ്രത്യേകിച്ച് എംഗൽസിനെ പോലുള്ളവർ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ലോകത്ത് നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ആവിയന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായ ഘട്ടമാണ്. രണ്ടാമത്തത് വൈദ്യുതിയോടുകൂടിയാണ്. മൂന്നാമത്തത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോടുകൂടിയാണ്. നാലാമത്തത് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിവിധ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിങ് വരെയുള്ള പുതിയ തലത്തെ സംബന്ധിച്ചുള്ള പ്രയോഗവും ചർച്ചയും ഒക്കെ രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. സാമൂഹ്യ ജീവിതവുമായിട്ട് ഇതിന് പരസ്പരപൂരകമായ ബന്ധമാണ് ഉള്ളത്. ശാസ്ത്ര സമൂഹം, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ സജീവമാകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ തീർച്ചയായും സാമൂഹ്യ ഉൽപാദനത്തെയും അതിൻ്റെ വിതരണത്തെയും, അതാണ് അതിൻ്റെ എക്കണോമിക്സ്, വളരെ ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോഴും ലോകത്ത് സാമ്രാജ്യത്വം അതിതീവ്രമായ രീതിയിൽ തീവ്ര വലതുപക്ഷമായി നിലകൊള്ളുകയാണ്. അപ്പോൾ തീവ്ര വലതുപക്ഷ സാമ്രാജ്യത്വ സമ്പദ് വ്യവസ്ഥ മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ സാമൂഹ്യ ജീവിതത്തിലേക്ക് ശാസ്ത്രവിദ്യ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള തലങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി വിന്യസിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടിയുണ്ട്. നമുക്കറിയാം, മനുഷ്യരും മറ്റെല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം മനുഷ്യൻ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി പ്രകൃതിയെയും തന്നെയും മാറ്റുന്നതിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഒരേ ഒരു ജന്തു സമൂഹത്തിൽ മറ്റാരും ഈ പറയുന്ന കാര്യം നിർവഹിച്ചിട്ടില്ല. അതാണ് മനുഷ്യനും മറ്റെല്ലാ ജന്തുക്കളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം. നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട് ബുദ്ധി, അതുപോലെ തന്നെ സവിശേഷ ബുദ്ധി എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതാ കാര്യം. മനുഷ്യനെ മനുഷ്യനാക്കിയ, മനുഷ്യത്വത്തിലേക്ക് നീങ്ങിയ അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുക, ഉപകരണങ്ങൾ പ്രയോഗിക്കുക. അതിൻ്റെ അനന്തരഫലം പ്രകൃതിയെ, സമൂഹത്തെ മാറ്റുക, സ്വയം പരിവർത്തനം ചെയ്യുക, സ്വയം മാറുക. ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വളർച്ച സാമൂഹ്യ ജീവിതത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വളർച്ച. രണ്ടും പരസ്പര പൂരകമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾച്ചേർന്നിട്ടുള്ള സമൂഹത്തിൻ്റെ വളർച്ചയും സംഭവിക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. ഘട്ടങ്ങളൊക്കെ നമുക്ക് തിരിക്കാൻ സാധിക്കുമെങ്കിലും ഇതൊരു തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായി നൂറുകണക്കിന് കോടി മനുഷ്യരുടെ
എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മിക്കവാറും മൊബൈൽ ഫോണുകൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ, പരസ്പരം ബന്ധപ്പെട്ടും സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടും ജീവിക്കുന്ന ഒരു പുതിയ ദശകത്തെയാണ് മുമ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ സമൂഹം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഉത്തരം കിട്ടും. കുറേയും കൂടി സങ്കീർണതയുണ്ട് എന്നുള്ളത് ശരിയാണ്. പഴയ പോലെ അതേപോലെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, സങ്കീർണം തന്നെയാണ്. പക്ഷെ ഉത്തരം കിട്ടും. അതിനടിസ്ഥാനപരമായിട്ട് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് AI തന്നെ എടുക്കും. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുക, ട്രെയിൻ ഓടുക, മറ്റ് വിവിധ രീതിയിലുള്ള റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ, റോബോട്ടിക് സിസ്റ്റം. ഫുട്ബോൾ കളിക്കാൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും. 2 ടീമായിട്ട് മത്സരിപ്പിക്കാൻ അവർക്ക് തന്നെ സാധിക്കും. നമ്മുടെ ടീമിലെ മനുഷ്യന്മാരൊന്നും വേണ്ട. സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാതെ നടീനടന്മാരെ സംഘടിപ്പിക്കാൻ നമുക്കിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കില്ല, പക്ഷെ അവരുണ്ട്. അവർ ഫലപ്രദമായിട്ട് ഡയലോഗ് പറയുന്നുണ്ട്, അവർ അതിൻ്റെ കഥയുണ്ടാക്കുന്നുണ്ട്, അത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ട് പലതും ചെയ്യാൻ സാധിക്കുന്ന